അപ്പൊ റെഡി അല്ലേ? എന്തേ കളി ഞങ്ങള് ഗ്രൗണ്ടിലല്ല. അത് പറഞ്ഞോളി, ഒന്ന് കിട്ടിയ നിങ്ങൾക്ക് മതിയായിട്ടില്ല. ഞങ്ങളെ ഗ്രൗണ്ടിലല്ല, നല്ലോണം പുതിർത്തി വിട്ടു. അതെവിടെ കളിയോടെ എവിടെ കളിച്ചത്? ചിന്നസ്വാമിയിൽ. നിങ്ങളെ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് ജയിക്കാൻ ഒരു ത്രില്ലില്ല എന്നുള്ളത് അതാണ്. ചിന്നസ്വാമിയില് ഞങ്ങൾക്ക് ജയിക്കാൻ ഒരു ത്രില്ലില്ല. ഞങ്ങൾ ആ തിണ്ണമിടിക്ക് കാണിച്ച ആ ജാതി ആൾക്കാരല്ല എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഔട്ടായി പോകുന്ന എല്ലാവരും. അതാണ് എവേ ഗ്രൗണ്ട് പോവാ കീഴടക്കുക. കഴിഞ്ഞ കളി 2 കാരണം കൊണ്ടാ തോറ്റ്. ഒന്ന് തന്നെ പ്രധാന കാരണം ചിന്നസ്വാമിയിലെ കളി ഞങ്ങൾക്ക് ത്രില്ലില്ല. അതൊന്നൊന്നുമില്ല. രണ്ടാമത്തെ ബാറ്റ് ചെയ്യാൻ കഴിയും, അതിലേക്ക് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ എന്താ, മഴ പെയ്ത ഗ്രൗണ്ട്. ആര് ഞങ്ങള് ബാറ്റ് ചെയ്ത് ബാറ്റ് ചെയ്താൽ ബുദ്ധിമുട്ടാവും അറിയാം. അതുകൊണ്ട് കഴിച്ചിലായി. അത് പ്രധാന കാരണം തന്നെ ചിന്നസ്വാമി. നിങ്ങളിതൊന്നും ഒന്നുമില്ല, അതാ പറഞ്ഞത്. അത് പിന്നത്തെ ഒക്കെ ഉണങ്ങിന്റെ ശേഷം ലാസ്റ്റ് ആകുമ്പോൾ അടിച്ചാൻ പറ്റുന്നുള്ള ടീം ഡേവിഡ് കാണിച്ചില്ലേ? ക്രിക്കറ്റ് അങ്ങനെ തന്നെയല്ലേ, ലാസ്റ്റ് ആകുമ്പോൾ അടിച്ചാൻ പറ്റും. നിങ്ങള് ഭാഗ്യം, ടോസിന്റെ ഭാഗ്യത്തിൽ ജയിച്ചു. പിന്നെ ചിന്നസ്വാമി ഞങ്ങൾ ജയിക്കാൻ നിങ്ങൾ ഔട്ടായി. അതൊന്നും പറയണ്ട, വിക്കറ്റ് പോയില്ല. ഇവിടെ എടുക്കൂല. ചിന്നസ്വാമി അല്ലേ നിങ്ങൾ ജയിക്കും. ഇതുവരെ ചിന്നസ്വാമി എല്ലാത്തോടത്ത് കളിച്ചൊക്കെ ഞങ്ങൾ ജയിച്ചിട്ടില്ലേ? എടുക്കാണ്ടാവില്ല. 4 കളി എവേ കളി കളിച്ചു, 4 ഞങ്ങൾ ജയിച്ചിട്ടാ വരുന്നത്. അതും എവിടൊക്കെയാണ്? ചെപ്പോക്കെ ഞങ്ങൾ പൊളിച്ച്. ഈഡൻ ഗാർഡൻസ് ഞങ്ങള് കോളാക്കി കുഴി കുത്തിയിട്ടാണ് വരുന്നത്. ഞാൻ പോണോടത്തൊക്കെ ഞങ്ങൾ പൊളിച്ചത്. ഇപ്പൊ ബാങ്കട അവിടെ പോയിട്ടെത്താ. ഇത് പഞ്ചാബാണ്, ഇവിടെ ഒന്നും നടക്കൂല. കപ്പില്ലാത്ത പഞ്ചാബ്. WP അപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇതല്ല, അതിന്റെ മുമ്പത്തെ പ്രാവശ്യം WP അപ്പുറത്ത്. അത് പറഞ്ഞു ഞങ്ങൾ കപ്പുള്ള ടീമാ, നിങ്ങളല്ല. നിങ്ങൾ 10-17 കൊല്ലം ഇങ്ങനെ തൊയ്ച്ചില്ലെന്നാണ്. നിങ്ങളോ ഞങ്ങൾക്ക് WP ഇല്ലെങ്കിലും ഉണ്ട്. നിങ്ങൾക്കോ? ഞങ്ങളെ വർത്താനില്ലല്ലോ, വലിയ തൊള്ള വർത്താനൊന്നുമില്ല. ഞങ്ങള് കിട്ടണേയും കിട്ടും. അന്നെ അതിന് വേണ്ടിട്ട് ഞങ്ങൾ ശ്രമിക്കും, അത്ര തന്നെ ഉള്ളു. അല്ലാതെ ഈ സാല നമ്മുടെ അതുള്ളതാണ്. ഭയങ്കര കളിയാണ്. ഇപ്പൊ കഴിഞ്ഞ കളികളൊന്നും ഒരു ഫോമും ഇല്ലല്ലോ. അയ്യര് ഭയങ്കര എന്തൊക്കെയോ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് ഒരു കളിയും ഇല്ലല്ലോ ഇപ്പൊ ബാറ്റിങ്ങില്. കഴിഞ്ഞില്ല. അതൊന്നുമില്ല, ഇടക്കൊന്ന് ഫോം ഔട്ട് ആവണ്ടാണ്. അത് നിങ്ങൾ ബേജാറാവണ്ട. ഞങ്ങളെ ഗ്രൗണ്ടിൽ എത്തി എല്ലാവരും ഫോമിലാവില്ല. അയ്യര്, റബ്സിമ്രാനും പ്രിയാൻസാരി, അതല്ല ഇപ്പൊ നിങ്ങള് ആകെ കളിച്ച സ്റ്റോയിനിസ് അവസാനം വന്നങ്ങോട്ട് തല്ലിട്ട് കാണണം. ഡേവിഡിന്റെ അടുത്ത് എത്തൂല. ടിം ഡേവിഡ് ഡേവിഡ് അല്ലേ, അത് കഴിഞ്ഞ കളിയിലൊന്നും അങ്ങനെയാണല്ലോ. എല്ലാ കളിയിലും മൂപ്പർ ലാസ്റ്റ് വരെ അടിച്ച. അതന്നെ ഞങ്ങൾക്ക് ആകെ ലിവിങ്സ്റ്റൺ എന്തെങ്കിലും കാട്ടണം എന്നുള്ള ആ മാറ്റാണ്. ബത്തലിന് ഇറക്കണോ എന്നുള്ള ഡൗട്ട് മാത്രമേ ആ കാര്യത്തിൽ. ആൾക്കാരെ അത്ര തന്നെ നമുക്ക് നിങ്ങൾക്ക് അതിനുള്ള ടീമില്ല, ഞങ്ങൾക്ക് അതിന് കളിച്ചാലുള്ള ടീമില്ല. അപ്പൊ ആ ഞങ്ങളെ ഗ്രൗണ്ടിൽ വന്നപ്പോ ഞങ്ങൾ എല്ലാവരും തോറ്റു കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ഒറ്റക്കടക്കിന് പോയിന്റ് വ്യത്യാസമൊന്നും ഇല്ലല്ലോ. 3 ഞങ്ങൾ 5 അത്രല്ലേ ഉള്ളൂ. അത് ഇപ്പൊ ഇന്നത്തോടു കൂടി സംഗതി അങ്ങനെ തലയിൽ തിരിയാനുള്ളതല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള വെപ്പൺസും ഉണ്ട്. ബൗളിങ്ങിലൊക്കെ പെരും ഫോമാണ്. പെരും കിട്ടലായിരുന്നു കഴിഞ്ഞ 2 കളിയായിട്ട്. ആകെ എന്തോ പഴയ പോലെ. ചാഹലിന്റെ ലെഗ് സ്പിന്നൊക്കെ കണ്ട കിങ് ഒക്കെ പേടിച്ച് പായും. എന്ന ലെഗ് സ്പിന്നറിന്റെ മുമ്പിൽ പേടിച്ച ആളല്ലേ ഞങ്ങളെ കിങ്. ഇങ്ങനെ വെറുതെ വാശി കയറ്റിയാല് കിട്ടുന്നത് കിട്ടിയിട്ട് പോകും. എത്ര വാശി കയറ്റിയാലും ഒരു ലെഗ് സ്പിന്നർ വന്നാൽ മതി, മൂപ്പര് കഴിഞ്ഞു. അതൊക്കെ തോന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സ്പിന്നിന് അടിച്ചാൻ പ്രത്യേക ആൾക്കാർ തന്നെ ഉണ്ട്. പട്ടിദാറുണ്ട്, ജിതേഷ് ശർമ്മ ഉണ്ട്. അപ്പൊ നിങ്ങള് സ്പിന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അതൊക്കെ ഉണ്ടല്ലോ. ഞാനൊന്നും പറ്റൂല. ഒറ്റ കാര്യം ഇതിൽ പറയാനുള്ളൂ, കളി ചിന്നസ്വാമിയിലല്ലേ, എവേ ഗ്രൗണ്ടിലാണോ, അത് RCB ജയിച്ചിരിക്കും.